എല്ലാവർക്കും നമസ്കാരം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന അപാര രുചിയുള്ള ഒരു ബ്രെഡ് പുഡിങ്ങാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഈ പുഡിങ് ഉണ്ടാക്കി തണുപ്പിച്ച് കഴിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ 3 കോഴിമുട്ടയാണ് പൊട്ടിച്ച് ഒഴിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മെൽറ്റാകുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ വെച്ച് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി അതിലേക്ക് 500 മില്ലി പാലാണ് ചേർക്കുന്നത്. ഇത് തിളപ്പിക്കാത്ത പാലാണ്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ആ പാലോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ആ ട്രേയെ നമുക്കൊന്ന് എണ്ണമയം പുരട്ടി അല്ലെങ്കിൽ ബട്ടർ പുരട്ടി വയ്ക്കാം. അതിലേക്ക് നമ്മൾ ബ്രെഡ് സ്ലൈസസ്, വലിയ ബ്രെഡ് സ്ലൈസസ് ആണെങ്കിൽ 2 or 3 ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നന്നായിട്ട് ഈ കസ്റ്റാർഡ് മിക്സിൽ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ബ്രെഡ് സോക്ക്ഡ് ആവണം. ബ്രെഡ് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ നിരത്തി കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ ബ്ലാക്ക് റൈസിൻസ് അല്പം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്, അത് നമുക്ക് നിരത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമ്മൾ കാരമൽ സിറപ്പാണ് ഒഴിക്കുന്നത്. കാരമൽ സിറപ്പ് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാം. നമ്മൾ കേക്കിനൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒരു 4 or 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിൽ അടുപ്പത്ത് വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഉരുകി ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് അത്രയും തന്നെ ചൂടുവെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വാങ്ങുന്നതാണ് കാരമൽ സിറപ്പ്. ഇനി കാരമൽ സോസ് ആണെങ്കിൽ പഞ്ചസാര അതുപോലെ തന്നെ മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമ്മളതിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് വാങ്ങി, അതാണ് കാരമൽ സോസ്. കാരമൽ സോസോ കാരമൽ സിറപ്പോ ഇതിന് മുകളിൽ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ലെയറും ബ്രെഡ് നന്നായിട്ട് ഈ കസ്റ്റാർഡ് മിക്സിൽ ഡിപ്പ് ചെയ്ത് ലെയർ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ വീണ്ടും റൈസിൻസ് നിരത്തി കൊടുത്ത് വീണ്ടും കാരമൽ സിറപ്പ് അതിന് മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേർഡ് ലെയർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്ര ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ടെന്നുള്ളതനുസരിച്ച് ബ്രെഡിൻ്റെ പുഡിങ്ങിൻ്റെ ലെയർ നമുക്ക് തീരുമാനിക്കാം. ഞാനിവിടെ ഒരു 3 ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പുഡിംഗ് ട്രേ അല്പം ഒരു വലുതായിരുന്നു, അതുകൊണ്ട് ഒരു 3 ലെയറായിട്ട് ഞാൻ സെറ്റ് ചെയ്തു. അപ്പം നന്നായിട്ട് തന്നെ ബ്രെഡ് ഈ കസ്റ്റാർഡ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നിരത്തി കൊടുക്കണം. തേർഡ് ലെയറും ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ വീണ്ടും ബാക്കി വന്ന റൈസിൻസും കൂടെ നിരത്തി കാരമൽ സിറപ്പ് ഒഴിച്ച് ബാക്കി വന്ന 3-4 ബ്രെഡ് പീസസും കൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ ലെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ ബാക്കി വന്ന കസ്റ്റാർഡ് മിക്സ് മുഴുവനായിട്ട് തന്നെ ഈ ബ്രെഡ് സ്ലൈസസിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ആ സിറപ്പിൽ നന്നായിട്ടിത് സോക്ക്ഡ് ആവണം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരിക്കണം. അപ്പോൾ നന്നായിട്ട് ബ്രെഡ് ആ കസ്റ്റാർഡ് മിക്സ് എല്ലാം നന്നായിട്ട് വലിച്ചെടുക്കും. ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കൊരു 20-30 മിനിറ്റ് കൊണ്ട് ഇത് ബേക്ക്ഡ് ആയിട്ട് കിട്ടും. ഇനി ബേക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് അപ്പച്ചമ്പിൻ്റെ തട്ടിൽ വെച്ച് സ്റ്റീം ചെയ്ത് കൊടുക്കാം, ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ആവിയിൽ പുഴുങ്ങിയെടുത്താലും ബേക്ക് ചെയ്തെടുത്താലും അടിപൊളി ഒരു സൂപ്പർ ബ്രെഡ് പുഡിങ്ങാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ നോമ്പ് സമയത്തൊക്കെ തയ്യാറാക്കിയെടുക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ബ്രെഡ് പുഡിങ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം ഒരു 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാകും. അത്രയ്ക്കും നല്ല സൂപ്പർ ഒരു ബ്രെഡ് പുഡിങ്ങാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.